സാറേ 50 രൂപയ്ക്ക് 3 എണ്ണം സാറേ. കാർ തുടയ്ക്കാൻ ഉപയോഗിക്കാൻ സാറേ. സാറേ വാങ്ങിച്ചോ സാറേ. സാറേ 50 രൂപയ്ക്ക് 3 എണ്ണം സാറേ. സാറേ വാങ്ങിച്ചോ സാറേ. സാർ 50 രൂപയ്ക്ക് 3, 50 രൂപയ്ക്ക് 3 സാറേ. സാറേ സാറേ വാങ്ങിച്ചോ സാറേ. കാർ തുടയ്ക്കാൻ ഉപയോഗിക്കാം. വെറും 50 രൂപയ്ക്ക് 3 എണ്ണം തരാം സാറേ. വേണമെങ്കിൽ 4 എണ്ണം തരാം സാറേ. വാങ്ങിച്ചോ സാറേ. 50 രൂപയല്ലേ ഉള്ളൂ. ഇനിയും വേണോ സാറേ? നന്ദി സാറേ. സാറേ എന്തായി കാണിക്കുന്നത്? വിടി സാറേ. കുളിച്ച് സെന്റടിച്ച് നല്ല വസ്ത്രമൊക്കെ ചരിച്ച് വന്ന നീ അടിപൊളി ചേരക്കായിരിക്കും. ഇതിനും കാട്ടി കൂടുതൽ കാശിരാ എന്റെ കൂടെ പോരുന്നാടി നീ. എന്റെ കയ്യെന്ന് വിട്. പന്ന കിഴവൻ, നാണോ ഇല്ലല്ലോ നിനക്ക്? കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന നിനക്കെന്തിനാടാ ഈ വൃത്തികെട്ട ബുദ്ധി? ഒരു ജീവിതം കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഈ ദാരിദ്ര്യത്തിൽ അവളെ ഒരു ഒങ്ക് കണ്ടില്ലേ? പോടി പോടി, ഒരു ദിവസം നീ എന്റെ കയ്യിൽ കിട്ടും. എടാ, നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് 5 വർഷമായി. പക്ഷേ ഈ 5 വർഷത്തില് ഒരു ചുക്കും ചെയ്തിട്ടില്ല. നാളെ നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഒരു വിപ്ലവം ചെയ്യാം. വിപ്ലവം? ഏത്, പണ്ടത്തെ ഹരിത വിപ്ലവോ അതോ കൊടിയും കയ്യിൽ പിടിച്ച ചുവന്ന വിപ്ലവമാണോ? അതൊന്നുമല്ല, പിങ്ക് വിപ്ലവം. പിങ്ക് വിപ്ലവം? അതെന്താണാവോ? സർക്കാരിനെ എതിർക്കുകയാണെങ്കിൽ അത് ചുവപ്പ് വിപ്ലവം. ഒരു സുന്ദരി പെണ്ണിനെ കെട്ടിപ്പുണർന്ന് ഉമ്മ വെച്ച് പോരാടുകയാണെങ്കിൽ പിങ്ക് വിപ്ലവം. പിങ്ക് വിപ്ലവം? സത്യം? സൗണ്ടിങ് തന്നെ സൂപ്പർ ആയിരിക്കുന്നല്ലോ. ഈ വിപ്ലവത്തിന് ഞാൻ റെഡി. സമാധാനിക്കും. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. എടാ ഭജന ഭാസ്കര, നമ്മൾ ഇത്രയും നാള് ഒരു പെണ്ണിനെ തൊടാതെ കൊച്ചു പിള്ളേരെ പോലെ ജീവിച്ചത്. ദുബായിക്കെങ്കിലും ആമ്പിള്ളേരെ പോലെ പോവാടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൃത്തിയുടെ വിപ്ലവത്തിന് ഞാൻ ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. എന്റെ പൊന്നു ഭജന ഭാസ്കര, നമ്മൾ പോകുന്നത് ബാങ്കോക്കോ സിംഗപ്പൂറോ അല്ലടാ, ദുബായിലേക്കാ. അവിടെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ണെടുത്ത് നോക്കിയാ മതി, കട്ട് ചെയ്ത് ഓട്ടത്തിനിട്ടു തലയെ. ഈ പ്രവൃത്തി ചെയ്യാൻ സ്വാമിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല അല്ലേ? സ്വാമി ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ ഇരുന്ന് ലഗേജ് പാക്ക് ചെയ്യുക. ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വിധവിധമായ റോസാപ്പൂക്കളെ ടേസ്റ്റ് ചെയ്തിട്ട് വരാം. എന്താ അളിയാ പറയുന്നേ? ഓക്കേ ഓക്കെ, ബൈ ബൈ. വാടാ അളിയാ. You are so hot. സോറി, ഇത്രയും നേരം മൂങ്ങാങ്കുഴി ഇട്ടതല്ല. ഒന്ന് കാറ്റ് വാങ്ങിട്ട് വരാം. നിക്കവിടെ. The beginning. I am also coming, bro. ಪರವಾಗಿಲ್ಲ, ಮನ ಹೋಗ್ರೂನು ನಮ್ಗೆ ಚಿಂತೆ ಇಲ್ಲ. ಜನ ನಕ್ರೂನು ನಮ್ಗೆ ಲೆಕ್ಕಕ್ಕಿಲ್ಲ. ಪ್ರಾಣ ಹೋಗ್ರೂನು ನಾವು ಬಿಡೋದಿಲ್ಲ. ಗ್ರಹಚಾರ ಗೆಟ್ರೂನು ಬಿಡೋದಿಲ್ಲ. ಬ್ರಹ್ಮಚಾರಿ ಬ್ಯಾಡ ಬಾಯ್ಸುವಲ್ಲ. ഓ, കുറെ നേരം കൊണ്ട് ഊരു ചുറ്റി കറങ്ങുവാണല്ലോ. എങ്ങോട്ടാ പോണ്ട നിങ്ങൾക്കൊക്കെ?
ഒരു ദിവസം മുഴുവനും വെച്ച് കറങ്ങാനൊന്നും പറ്റൂല. അഡ്രസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊണ്ടുവന്ന് ആക്കി തരാം. അണ്ണൻ അതെ ചേട്ടാ, കലിയേറി. ഈ ചെടിന്ന് റോസാപ്പൂ വരില്ലേ, റോസ് എടുത്ത് തലയിൽ വെക്കില്ലേ, തലയിൽ വെക്കുന്ന പെണ്ണുങ്ങളൊക്കെ അല്ലേ അവര്. അവരാ വേണ്ടത്. അതാണ് പ്രശ്നം. പൂ എന്തിനേട്ടാ, പൂവും തോട്ടം തന്നെ കൊണ്ട് കാണിച്ചു തരാം. ഇത് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലം. ഇറങ്ങി ഇറങ്ങ് ഇറങ്ങ് പെട്ടെന്ന്. ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങ്. ഇതേ സ്ഥലം. ഇതെന്താ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്? നിങ്ങൾ ചോദിച്ചെന്തിന്? പൂന്തോട്ടല്ലേ, ബ്രിഡ്ജിന്റെ വൈരായിരിക്കുന്നു. ചെന്ന് സാറേ കൊറേ അതെ, നമ്മൾ ആപ്പിലാക്കിട്ട് പോവല്ലേ, കാശിട്. ഇറങ്ങിയിട്ടുണ്ട് കൊറേ എണ്ണം കാലത്ത്. കാശ് കൊടുക്കില്ല. എടാ, ഇതിൽ ഏതെങ്കിലും ഒരു പൂവിനെ പൊക്കാടാ. എല്ലാ പൂവും കൊള്ളാം. ശരിയല്ലടാ, വേറെ എവിടെയെങ്കിലും നോക്കാം, അല്ലെങ്കിൽ വെറുതെ കിടക്കാം. അളിയാൻ, ഞാൻ പറയുന്നത് കേള്. ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയല്ല. ഈ പെണ്ണുങ്ങൾ നമുക്ക് സെറ്റ് അളിയാ. ആവില്ല. എടാ സമയമില്ലടാ, ഇതിൽ ഏതെങ്കിലും പീസിനെ പിക്ക് ഇത് ടേസ്റ്റ് ചെയ്യാടാ. എടാ വേണ്ടെന്ന് പറയലോടാ അളിയാ, പ്ലീസ്. ഇത് ഒരു റോങ് സോൺ ആണടാ. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം അനുഭവിച്ചതാ. ഓൾറെഡി വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പാ? അതൊരു മറക്കാൻ കഴിയാത്ത അനുഭവമാണല്ലേ. Hey boy, hi. ചരക്കെന്നെ വിളിക്കുന്നു. You're so handsome. താങ്ക് യു. Free ആണെങ്കിൽ we can spend some time. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരിക്കുവായിരുന്നു. Is it so? പോവാം. Place എവിടെയാ? എന്റെ അടുത്ത് പ്ലേസ് ഒന്നുമില്ല, എല്ലാം നിങ്ങളുടെ പ്ലേസാ. എന്നാ പോയാലോ ചേട്ടാ? എത്രയാ പൈസ? Oh, first stay then pay. You come no. ഈ കാലത്ത് ഇത്രയും നല്ല മനസ്സുള്ള പെണ്ണോ? Follow me. അയ്യോ, മതിയായിരുന്നു. എവിടെയാ? ദാ കുറേ ഇവിടെ നേരമായി തന്നെയാ. നടക്കുന്നു. അടുത്തെത്തി. അല്ല, ഈ എത്തി, സ്ട്രീറ്റിൽ എത്തി. ആരുമില്ലല്ലോ. വേണമെങ്കിൽ ദാ ഇവിടെ ഇത് വെച്ച് തന്നെ. നമുക്ക് എത്തിയോ? ഈ ചേട്ടന്റെ ആക്രാന്തം. Welcome to my house. ഞാൻ അടച്ചോ. എമർജൻസിയാണ് എനിക്ക്. പ്ലീസ് അർജന്റ്, മനസ്സിലാക്കൂ. അങ്ങനെ അവളുടെ വീട്ടിന്റെ അകത്ത് കയറിയില്ലേ? നമ്മുടെ കൊച്ചു കള്ള. ഇത്രയും നാളും ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ചിട്ട് ഇത്രയും വലിയ പാവം ചെയ്തോടാ. മിണ്ടാതിരിക്കടാ. അകത്ത് ചെന്നു, എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പറയണ കഴിമ്പൂച്ചേ. ഒരുപാട് ആക്രാന്തം കാണിക്കല്ലേ അളിയ. ഒരു റൂം, അകത്ത് ഫുള്ള് സൗണ്ട് എഫക്റ്റ്. അലറാതെ. കാണ്ടാമൃഗത്തിനുണ്ടായ കരിങ്കുരങ്ങ്, ഒരു 5 പൈസ പോലും പോക്കറ്റിലില്ലാത്ത നിനക്കൊക്കെ എന്തിനാടാ പാന്റും ഷർട്ടും ഷഡ്ഡിയും ഒക്കെ? നാറി. എന്റെ വിഗിന്റെയും ഡ്രസ്സിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും ഒക്കെ പൈസ വേസ്റ്റ് ആയല്ലോടാ. നിന്റെ ഈ സാമാനം ഞാനിങ് എടുക്കും. നീ റോഡിലൂടെ തുണിയില്ലാതെ ഓടുന്നത് എനിക്ക് കാണണം. പെണ്ണുവേഷം കെട്ടി വന്ന പന്ന പയല് കാരണം ഞാൻ നട റോഡിൽ നഗ്നനായി ഓടിയടാ. എന്താ കരിമാടിക്കുട്ടാ, സിനിമയ്ക്ക് പോവാം. ആർക്ക് വേണം നിന്റെ ബായ്? ഡോണ്ട് വറി, ട്രൈ ടിൽ യു സക്സീഡ്. കം ഓൺ. കാര്യം എന്തിനാ ഇത്ര പതുക്കെ വരുന്നത്? പെട്ടെന്ന് വാ, ഐ വിൽ ഷോ യു. സ്റ്റോപ്പ്. ഐഡിയ ഇതിനകത്തുണ്ട്. ഈ പബ്ലിക് ടോയ്ലറ്റിലോ? ഇതിന്റെ അകത്ത് ചുമരിൽ എത്ര റോസാപ്പൂനെ നമ്പറുണ്ടെന്നറിയോ? ഒരു വിധത്തിൽ ഒരു പിങ്ക് ഡയറി ആണെന്ന് പറയാം. പിങ്ക് ഡയറിയും വേണ്ട, ചുമരിലെ നമ്പറും വേണ്ട. ഇത് ഫ്ലോപ്പ് ഐഡിയ ആണ്. ലെറ്റ്സ് ഗോ. അവൻ ഇത്രയും പറയല്ലേ, നീ ഒരിക്കൽ പോയി ട്രൈ ചെയ്തിട്ട് വാ. പോടാ. ഞാനാ ട്രൈ ചെയ്യാനോ? ഓൾറെഡി ട്രൈ ചെയ്തതാണ്. എന്താന്ന് വെച്ചാ, അന്ന ദിവസം മൂത്രം മുട്ടിയപ്പോ പാത്രമുള്ള ഇതേ ബാത്റൂമിൽ കയറി ഒഴിച്ചോണ്ടിരിക്കുമ്പോ 2 നമ്പർ കണ്ണി കണ്ടു. 2-1 മനസ്സിൽ ധ്വാനിച്ച് 2ഉം കൽപ്പിച്ച് ഞാനൊരു കോൾ ചെയ്തു. എതിർവശത്ത് നിന്നും ഒരു ശാലീന സൗന്ദര്യമുള്ള ശബ്ദം എന്നെ രാരാ സരസുക്ക് രാരാന്ന് വിളിച്ചടാ. കേട്ടപാട് കേൾക്കാത്ത പാടെ ഞാൻ തുള്ളിച്ചാടി ഓടി. അതാ അവിടെ കണ്ണാടി വളകളണിഞ്ഞ ചന്തമുള്ള കൈകൾ എന്നെ മാടി മാടി വിളിച്ചു. ഞാൻ ഓടി ഓടി അടുത്തെത്തി, പിടിച്ചു വലിച്ചു കഥ കടിച്ചു. അത്ര തന്നെ. പൊന്നളിയാ, പണി അങ്ങ് തീർത്തല്ലേ? അവിടെയാടാ ഒരു ട്വിസ്റ്റ്. കഥക് തുറന്നു, ഒരൊറ്റ ചാട്ടം.
പോസ് ചെയ്യണ്ട, പ്ലേ ചെയ്തോ. അകത്ത് പോയിട്ട് ലൈറ്റ് ഇട്ട് കണ്ടതോ ചാന്ത് പൊട്ടടാ, ചാന്ത് പൊട്ട്. മൈ എക്സ്പീരിയൻസ് ഈസ് ബെസ്റ്റ്, നിന്റേത് വർസ്റ്റ്. എന്റേത് വേസ്റ്റൊന്നോ? അതെ, ഹോപ്പ്ലെസ്. ഡാടാ, നമുക്ക് ആവശ്യമുള്ളത് അവിടെ കിട്ടോടാ അളിയാ. For more updates, like, comment, subscribe to our channel.